അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 7ാം ക്ലാസ്സിന് വേണ്ടി തയ്യാറാക്കിയ മസാഇൽ ഫിഖിന്റെ 3ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. സുബ്ബു അലൈഹി ദനൂബം മിൻ മാഇൻ. മൂത്രമൊഴിച്ച സ്ഥലത്തൊരു ബക്കറ്റ് വെള്ളമൊഴിക്കൂ എന്നർത്ഥം വരുന്ന പാഠമാണ് വായിക്കുന്നത്. ഈ പാഠത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത് നജസ്സുകളെ കുറിച്ചാണ്. നജസ് 3 വിധമാണ്: മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ്. എന്താണ് മുഗല്ലദ്, എന്താണ് മുത്തവസ്സിത്ത്, എന്താണ് മുഖഫഫ്, ഇവ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നൊക്കെയാണ് പാഠത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ആദ്യമായി ഒരു ചരിത്രമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒരു അറാബി മസ്ജിദിൽ മൂത്രമൊഴിച്ചു. ജനങ്ങൾ അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തെ വിട്ടയക്കൂ. മൂത്രമൊഴിച്ച സ്ഥലത്തൊരു ബക്കറ്റ് വെള്ളമൊഴിക്കൂ. സ്വഹാബികൾ ആ സ്ഥലത്ത് വെള്ളമൊഴിച്ചു. മൂത്രം നജസാണ്, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വെള്ളമൊഴിക്കാൻ കൽപ്പിച്ചത്. എന്താണ് നജസ്? നിസ്കാരത്തിന്റെ സാധ്യതക്ക് ഭംഗം വരുത്തുന്ന മലിന വസ്തുവാണ് നജസ്. മൂത്രം, കാഷ്ടം, രക്തം, ചലം, മതിയെ, വതിയെ, ആമാശയത്തിൽ നിന്നുള്ള ഛർദി, മൃഗങ്ങൾ തികട്ടിയരിച്ചത്, ഇഴജന്തുക്കളെ വിഷം, മത്സ്യം, ജറാദി എന്നീ ജീവികളുടെ അല്ലാത്ത ശവങ്ങൾ, നായ, പന്നി തുടങ്ങിയവ നജസാണ്. ഭക്ഷിക്കൽ ഹലാലല്ലാത്ത മനുഷ്യേതര ജീവികളുടെ പാല്, ശവത്തിന്റെ പാല്, ആമാശയത്തിൽ നിന്ന് വരുന്ന കഫം, കേല, തിന്നാൻ പറ്റാത്ത ജീവിയുടെയോ തിന്നാൻ പറ്റുന്ന ജീവിയുടെയോ ശവത്തിന്റെയോ രോമം, തൂവൽ എന്നിവയും നജസാണ്. ചില നജസ്സുകൾ അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. അഫ്വ് പറഞ്ഞാൽ എന്താ? മാപ്പ് നൽകപ്പെടുക അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യപ്പെടുക. നജസായ അല്പം രോമങ്ങൾ, നജസിന്റെ അല്പം പുക, പൊടി, ഈച്ചയുടെ കാലിലെ നജസ്, സാധാരണ നിലയിൽ കാണാൻ കഴിയാത്ത നജസ് എന്നിവ അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന മത്സ്യം പോലെയുള്ള ജീവികളെ കാഷ്ടം, ഒലിക്കുന്ന രക്തമില്ലാത്ത ചെള്ള്, പേന് തുടങ്ങിയ ശവം മുതലായവ വെള്ളത്തിൽ മാത്രം അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. വെള്ളത്തിൽ എന്തുള്ളൂ? വിട്ടുവീഴ്ചയുള്ളൂ. മാംസത്തിൽ ശേഷിക്കുന്ന രക്തം, പഴത്തിൽ നിന്നുണ്ടായ പുഴു, ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലെ മാലിന്യം, നജസായ വെണ്ണീരിൽ നിന്ന് പാറിയ പൊടി, ജീവികളുടെ അകളിൽ കുറഞ്ഞ നജസ് തുടങ്ങിയവ ഭക്ഷണത്തിൽ അഫ്വ് ചെയ്യപ്പെടുന്നവയാണ്. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം, മുറിവുകളിലെയും വ്രണങ്ങളിലെയും രക്തം, മറ്റൊരാളുടെ കുറഞ്ഞ രക്തം, ഊന് പൊട്ടി വരുന്ന രക്തം തുടങ്ങിയവക്ക് നിസ്കാരത്തിൽ അഫ്വ് ഉണ്ട്. നിസ്കാരത്തിൽ മാത്രം മാപ്പ് നൽകപ്പെടുന്നതാണ്. നജസ് 3 വിധമാണ്: മുഗല്ലദ്, മുത്തവസ്സിത്ത്, മുഖഫഫ്. എന്താണ് മുഗല്ലദ് എന്ന് പറഞ്ഞാൽ കഠിനമായത്, മുത്തവസ്സിത്ത് ലഘു മധ്യനിലയിലുള്ളത്, മുഖഫഫ് ലഘുവായത്. നായ, പന്നി എന്നിവയാണ് മുഗല്ലദ്. അവ കൊണ്ട് നജസായ നജസിന്റെ തടി നീക്കിയതിന് ശേഷം അത് 7 തവണ കഴുകണം. 1 തവണ മണ്ണ് കലർന്ന വെള്ളം കൊണ്ടാവണം. എന്നാൽ മണ്ണുള്ള നിലത്താണെങ്കിൽ 7 തവണ കഴുകിയാൽ മതി. പ്രത്യേക മണ്ണ് ചേർക്കേണ്ടതില്ല. പാൽ മാത്രം ഭക്ഷിക്കുന്ന 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫ നജസ്. നജസിന്റെ തടി നീക്കിയതിന് ശേഷം നജസായ ഭാഗം പൂർണ്ണമായും വെള്ളം കുടഞ്ഞാൽ അത് ശുദ്ധിയാകും. മുഗല്ലദ് മുഖഫഫുമല്ലാത്ത നജസാണ് മുത്തവസ്സിത്ത്. മുത്തവസ്സിത്തായ നജസ് കൊണ്ട് മലിനമായ വസ്തുവിൽ നജസിന്റെ നിറം, മണം, രുചി എന്നിവയൊന്നുമില്ലെങ്കിൽ 1 തവണ അതിന് മുകളിലൂടെ വെള്ളം ഒഴുകിയാൽ മതി. നജസിന്റെ നിറം, മണം, രുചി എന്നിവയുണ്ടെങ്കിൽ അവ നീക്കിയാൽ മാത്രമേ ശുദ്ധിയാവുകയുള്ളൂ. എന്നാൽ നീക്കാൻ കഴിയാത്ത നിറമോ മണമോ അവശേഷിക്കുന്നതിൽ കുഴപ്പമില്ല. ഒന്നിരിക്കുന്ന നിറം അല്ലെങ്കിൽ മണം മാത്രം ബാക്കിയുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. മുത്തനജ്ജിസ് കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകിയാൽ, മുത്തനജ്ജിസ് പറഞ്ഞാൽ എന്താ? നജസായ വസ്തു കുറഞ്ഞ വെള്ളത്തിൽ ഇട്ട് കഴുകിയാൽ ശുദ്ധിയാവുകയില്ല. അഥവാ 2 കുല്ലത താഴെ വെള്ളത്തിൽ ഇട്ട് കഴുകിയാൽ ശുദ്ധിയാവുന്നതല്ല. നജസായ ഭാഗത്ത് വെള്ളം ഒഴുക്കിയാണത് ശുദ്ധീകരിക്കേണ്ടത്. ഇസ്തിഞ്ചാ ചെയ്യുമ്പോഴും, എന്താണ് ഇസ്തിഞ്ചാ? മനോഹരം അല്ലെങ്കിൽ ശൗചം ചെയ്യുമ്പോഴും നജസിന്റെ നിറം, മണം, രുചി നീങ്ങുന്ന രീതിയിൽ ശുദ്ധിയാക്കണം. നജസിനെ വലിച്ചെടുക്കുന്ന കല്ല്,
ടിഷ്യൂ തുടങ്ങിയവ കൊണ്ടും ഇസ്തിൻജാ ചെയ്യാവുന്നതാണ്. ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ട് ഇസ്തിൻജാ ചെയ്യൽ ഹറാമാണ്. കല്ല്, ടിഷ്യൂ തുടങ്ങിയവ ഉപയോഗിക്കുമ്പോൾ ചില നിബന്ധനകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നജസ് ഉണങ്ങാതിരിക്കുക, പുറപ്പെട്ട സ്ഥലത്ത് നിന്ന് നീങ്ങാതിരിക്കുക, മറ്റു വസ്തുവുമായി കൂടിക്കലരാതിരിക്കുക, നജസ് പുറപ്പെട്ട സ്ഥലം ശുദ്ധമാകുന്ന രീതിയിൽ 3 തവണ പൂർണ്ണമായി തടവുക തുടങ്ങിയവയാണവ. ഇനി ചില പദങ്ങൾ ഇംഗ്ലീഷിൽ നോക്കൂ. നജസ്, ഫിൽത്ത്, അഫ്, ഫൊർഗീവ്നെസ്, വ്രണങ്ങൾ, വൗണ്ട്സ്, കുടയുക, സ്പ്രിംഗ്ലിംഗ്, ടിഷ്യൂ തന്നെ, ഊന് പൊട്ടിവരുന്ന രക്തം, ബ്ലഡ് ഫ്രം ഗം. ദഫ്തർ ത്വാലിബ് നോക്കി തദ്രീബാത്തുകൾ ചെയ്യുക. ഇൻഷാ അല്ലാഹ് തദ്രീബാത്തുകൾ ചെയ്യുന്നതായിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.